വെൽക്കം ബാക്ക്. നമ്മൾ മുംബൈയിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അമ്മേ എന്തൊരു ഉയരമാണല്ലേ, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ നമ്മൾ മുംബൈയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ വേണ്ടിയിട്ടാണ്. 85 അടി ഉയരമുണ്ട് ഇതിന്. 1924 ഇതിൻ്റെ പണി പൂർത്തിയായത് കേട്ടോ. ബ്രിട്ടനിലെ ജോർജ് 5 രാജാവും മേരി രാജ്ഞിയും നടത്തിയ ഇന്ത്യ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇത് മുംബൈയുടെ താജ്മഹൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അതിനടുത്ത് തന്നെയാണ് താജ് ഹോട്ടൽ. ഇതാണ് കേട്ടോ താജ് ഹോട്ടൽ. ഇതിപ്പോൾ പുതുതായിട്ട് പണി കഴിപ്പിച്ച താജ് ഹോട്ടലിൻ്റെ ടവറാണ്. താജ് ഹോട്ടൽ ടവർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നിങ്ങൾ വിചാരിക്കും എനിക്കിതങ്ങനെയൊക്കെ അറിയാം, വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ് ഗൈസ് ഇതൊക്കെ. അമ്മേ എന്തൊരു വെയിലാണെന്നറിയാമോ, ഭയങ്കര മുട്ടൻ വെയിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മറൈൻ ഡ്രൈവിൻ്റെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ മറൈൻ ഡ്രൈവിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ, അങ്ങനെ ടൈമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മറൈൻ ഡ്രൈവിലൊന്നും ഇറങ്ങാൻ നിന്നില്ല. മറൈൻ ഡ്രൈവിൻ്റെ എൻഡിൽ നിന്നും ഒരു ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള ടണലാണ്. അപ്പം ഞങ്ങൾ അതിനകത്തേക്ക് കയറി. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2.7 കിലോമീറ്റർ നമുക്ക് കടലിനടിയിലൂടെ ഈ ടണലിൽ കൂടി പോകാം. നല്ല ഭംഗിയുണ്ടായിരുന്നു, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നിങ്ങളെല്ലാവരും ഒന്ന് വരണം കേട്ടോ. ഇതിൻ്റെ കുറച്ച് സെൻറ്ററിലൊക്കെ ആയപ്പോഴേക്ക് നമുക്ക് പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ലൈറ്റിങ്ങും എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് ഭംഗിയല്ലേ. കടലിനടിയിൽ കൂടെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ടണലിന് പുറത്തേക്ക് ഇറങ്ങി. നല്ലതായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ആ കാണുന്നതാണ് നമ്മുടെ മുകേഷ് അംബാനിയുടെ വീട്. $1.5 ബില്യൺ വിലമതിക്കുന്ന ഈ വീടിൻ്റെ പേര് ആൻഡലിയ എന്നാണ്. അംബാനിയുടെ വീടിനെ പോലെ സാമ്യമുള്ള ഈ വീട് റയമണ്ടിൻ്റെയാണ്. ഇത് ഷാറൂഖ് ഖാൻ്റെ വീടാണ്. വീടിന് മുന്നിൽ ഫോട്ടോ എടുക്കുന്നവർ തിരക്കാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.